ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ജൂൺ 8, സമയം ഏകദേശം രാവിലെ 8:50 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കംപ്ലീറ്റ് വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇക്വിറ്റി ഇൻട്രാഡേ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ 10 ദിവസം ആ ഒരു കണ്ടിന്യൂസ്ലി എടുത്ത ട്രേഡുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോസിൽ ഞാൻ എൻ്റെ ട്രേഡ് എക്സിക്യൂഷനാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഒരു കംപ്ലീറ്റ്, അതായത് എക്സിക്യൂഷന് മുൻപ് ഞാൻ എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു, ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് ഞാൻ എങ്ങനെ ഒരു ഇൻട്രാഡേക്ക് വേണ്ടി മാത്രം, നമുക്ക് സ്ക്രീനിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഒരു പ്രോപ്പർ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് അൺവാണ്ടഡ് സ്റ്റോക്കുകൾ റിമൂവ് ചെയ്യാം, ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 സ്ക്രീനർ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ സ്റ്റോക്ക് സെലക്ട് ചെയ്തത്. അതുകൂടാതെ നമുക്ക് 1-2 എക്സ്ട്രാ സ്ക്രീനർ കൂടി വരുന്നുണ്ട്. അതും ഞാൻ എൻ്റെ ടെലഗ്രാം ചാനൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് ഏകദേശം ഒരു 6ഓളം സ്റ്റോക്കുകൾ ആ ഒരു സ്ക്രീനർ വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് ഫോഴ്സ് മോട്ടോഴ്സ് ഞാൻ ചൂസ് ചെയ്തത് ബീറിഷ് സ്ക്രീനറിലാണ്, റൈറ്റ്. അതായത് ഈ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ, ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം, അതായത് ഫ്രൈഡേയിൽ ആദ്യം ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഒരു ഹയർ ഹൈ എന്ന് പറയാം. അതിന് മുൻപത്തെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ അല്ലേ, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ക്രിയേറ്റ് ചെയ്ത ഹൈ ലോവർ ഹൈ ആണ്. മുൻപ് ക്രിയേറ്റ് ചെയ്ത ഹൈൻ്റെ താഴെയാണ് നെക്സ്റ്റ് ഹൈ. അതിനുശേഷം വീണ്ടും താഴെ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ഒരു ലോവർ ഹൈ ഫോർമേഷൻ ആണ് ഈ ഒരു ചാർട്ടിൽ, ഈ ഒരു സ്റ്റോക്കിൽ 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ബെയറിഷ് എൻട്രിക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്, ഓവറോൾ ട്രെൻഡും ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഓക്കെ, അതായത് എക്സാക്ട്ലി പറയുവാണെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പോ സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ്, സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും സെൽ എൻട്രിക്ക് വേണ്ടി പോസിബിൾ ആണ് ഈ ഒരു സ്റ്റോക്ക്. നമുക്ക് ഈ ഒരു ലെവലിൻ്റെ മുകളിലോട്ട് പോകാതിരിക്കുക, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഹൈൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് സെല്ലിംഗ് എൻട്രിക്ക് വേണ്ടി നോക്കില്ല. അതിൻ്റെ താഴെ സ്റ്റേബിൾ ചെയ്യുവാണെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റികൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഓൾറെഡി ഓക്കെയാണ്, പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നുമില്ല, ഒരു ക്ലീൻ സ്ട്രക്ചർ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. മോഡറേറ്റ്ലി ട്രെൻഡ് നമുക്കുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ടൈം ഫ്രെയിം, ഹയർ ടൈം ഫ്രെയിമിലൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഹയർ ടൈം ഫ്രെയിം. ഞാനിവിടെ ജസ്റ്റ് ഒരു 1 അവർ ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട്. സോ 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുവാണെങ്കിൽ യെസ്, ബെയറിഷ് സ്ട്രക്ചർ തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ഹൈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സെൽ സൈഡ് എടുക്കാനുള്ളത് തന്നെയാണ്. ഓൾറെഡി സ്ക്രീനറിൽ വന്നിട്ടുണ്ട്, സ്ട്രക്ചർ വൈസ് ഓക്കെയാണ്. ഇനി ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് നമ്മുടെ ഹിൻഡൽക്കോ ആണ്. ഹിൻഡൽക്കോ കഴിഞ്ഞ ദിവസം ഒരു ക്ലീൻ ട്രെൻഡ് തന്നെയാണ് വന്നിരിക്കുന്നത്, ലോവർ ഹൈ ഫോർമേഷൻ. സോ ദാറ്റ് മീൻസ് ഒരു സെല്ലേഴ്സാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഈ ലെവലിൻ്റെ മുകളിലോട്ട് പോകാതെ, ഈ 2 ഏരിയ ഉണ്ട്, ഈ ലെവലിൻ്റെ മുകളിലോട്ട് പോകാതെ തിരിച്ച് അതിൻ്റെ താഴെ എവിടെ ഓപ്പൺ ചെയ്താലും സെല്ലിങ്സ് ആയിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ ഒക്കെ നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു 2-3% ഒക്കെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്താൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, റൈറ്റ്. അപ്പം നോക്കാം, വെയിറ്റ് ചെയ്യാം ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് അദാനി ഗ്രീൻ ആണ്. അത് ആക്ച്വലി ബുള്ളിഷ് സ്ട്രക്ചറാണ്, ബുള്ളിഷ് സ്ക്രീനറിൽ വന്ന സ്റ്റോക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്, കാരണം ഓൾറെഡി ഇവിടെ ഒരു ഹയർ ഹൈ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓൾസോ നമ്മൾ നേരത്തെ എടുത്ത സ്റ്റോക്ക്, അതായത് ഹിൻഡൽക്കോൻ്റെ ഹയർ ടൈം ഫ്രെയിം ഒന്നുകൂടി നമുക്ക് അനലൈസ് ചെയ്യാം അല്ലേ. ഹയർ ടൈം ഫ്രെയിമിൽ ഒരു 1 അവർ ചാർട്ടിൽ എന്താണ് നമുക്ക് നോക്കാം. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. 1 അവർ ചാർട്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണ് വന്നിരിക്കുന്നത്, ഹയർ ഹൈ ഫോർമേഷൻ ആണ് കാണുന്നത് ഈ ഒരു 1 അവർ ചാർട്ടിൽ. ഒരു ഹയർ ലോ ഫോർമേഷൻ. ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു പുൾ ബാക്ക് തന്നെയാണ്, ബട്ട് സ്റ്റിൽ ഇവിടെ നിന്നൊക്കെ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റിൽ കൺഫ്യൂഷൻ ആണ്, ബട്ട് നോക്കാം, നമുക്ക് ആ ഒരു ഓപ്പണിംഗ് നോക്കാം. ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് നോക്കിയിട്ട് എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ, എസ്പെഷ്യലി ഹിൻഡൽക്കോല്. ഓക്കെ, ഇനി നമുക്ക് ആ നെക്സ്റ്റ് സ്റ്റോക്ക് അദാനി ഗ്രീൻ ആണ്. അദാനി ഗ്രീൻ നമുക്ക് നോക്കാം. അദാനി ഗ്രീന് ഹയർ ടൈം ഫ്രെയിം, ഇപ്പോൾ 1 അവർ ചാർട്ടാണ് ഇപ്പോൾ ഉള്ളത്, അത് പോസിറ്റീവിലാണ്, റൈറ്റ്. ഇനി നമുക്ക് 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കാം. 3 മിനിറ്റ് ടൈം ഫ്രെയിമിലും ഒരു ഹയർ ഹൈ ഫോർമേഷൻ തന്നെയാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഒക്കെ നമുക്ക് ബുള്ളിഷിനുള്ള സാധ്യതകളുണ്ട്, റൈറ്റ്. ഈ ഒരു പോയിന്റിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിലും, കുറച്ച് താഴെ ഓപ്പൺ ചെയ്യുവാണെങ്കിലും, ഇവൻ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുവാണെങ്കിലും ഒരു
ബുള്ളിഷ് സൈൻ തന്നെയാണ് കാണുന്നത്. മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഇനി ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അത് ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കുറച്ച് പ്രോബ്ലം ആണ്. അപ്പോൾ അവയോട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഹോൾഡ് ബയേഴ്സ് ആരാണ്? സ്വിംഗ് ട്രേഡേഴ്സ്, പൊസിഷണൽ ട്രേഡേഴ്സൊക്കെ ഒന്ന് പാനിക് ആകും. അപ്പോൾ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഫർദർ ഡൗൺ സൈഡിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കാം. റൈറ്റ്, ഈ ഒരു ലെവലിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നോക്കാം ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണോ, ആ ഒരു സെൻറ്റിമെൻറ്റ് എന്താണോ അതിനനുസരിച്ചുള്ള ട്രേഡ് നോക്കാം. അപ്പോൾ അതെന്തായാലും ഇതിൻ്റെ വാച്ച് ലിസ്റ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിട്ടിയ ഒരു സ്റ്റോക്കാണ് അദാനി എൻ്റർപ്രൈസസ്. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ, ഒരു ചാർട്ടർ സ്ട്രക്ചർ ഒരു ക്ലാരിറ്റി ഇല്ല. ഹൈ വൊളാറ്റൈൽ മൂവ്മെൻ്റ് ആണ്, അപ്പ് സൈഡ് മൂവ്, ഡൗൺ സൈഡ് മൂവ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ വൈസ് അത്ര പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് വാച്ച് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ സ്റ്റോക്കുകൾ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു സ്റ്റോക്ക് കിട്ടിയിരിക്കുന്നത് വിപ്രോ ആണ്. വിപ്രോയും എനിക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ വളരെ വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതും ഞാൻ എടുത്ത് റിമൂവ് ചെയ്തു. പിന്നെ ഉള്ള ഒരു ICICI AMC, ഇത് ആക്ച്വലി സ്ക്രീനറിൽ വന്ന സ്റ്റോക്കല്ല, ഇത് ഞാൻ മാനുവലി ചെക്ക് ചെയ്ത എടുത്തിട്ട ഒരു സ്റ്റോക്കാണ് എൻ്റെ വാച്ച് ലിസ്റ്റിൽ. ഇതും ഒരു ലോവർ ഹൈ ഫോർമേഷൻ ആണ്. ഈവൻ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിങ്ങിനുള്ള സാധ്യതകൾ കാണിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഒരു ഡബിൾ ടോപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്യുന്നത്. അതായത് സ്ക്രീനിൽ കിട്ടിയ സ്റ്റോക്കുകൾ ഞാൻ ഒരു ദിവസം മുൻപേ എല്ലാം നോക്കി വാച്ച് ചെയ്ത് ഹയർ ടൈം ഫ്രെയിമും ബാക്കി ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ഒരു 1-2 സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കും. അതിൽ നിന്ന് ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യും. പിന്നെ മാർക്കറ്റിൻ്റെ ഓപ്പൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പണിങ് നോക്കും, ആ ഓപ്പണിംഗ് പോയിന്റിൽ റിയാക്ഷൻസ് നോക്കും. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റി വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അപ്പം ആ ഒരു ഔട്ട് ഓഫ് 4 സ്റ്റോക്കുകളിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഫോഴ്സ് മോട്ടോഴ്സ് തന്നെയാണ്. ഈവൻ ഹയർ ടൈം ഫ്രെയിമിലും നല്ലൊരു സ്ട്രക്ചർ തന്നെയാണ് കാണുന്നത്. അപ്പം ഞാനിവിടെ 12 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് തന്നെ ഏകദേശം 10-18,000 രൂപയാണ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. റിസ്ക് നിയർലി ഡേ ഹൈൻ്റെ മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യും. ആൻഡ് ഡേ ലോ ആണ് ഒരു ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള സ്റ്റോക്കുകൾ ഞാൻ അവോയ്ഡ് ചെയ്തു. എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ക്ലിയർ സ്ട്രക്ചറായിട്ടും ഹൈ പ്രോബബിലിറ്റി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. അപ്പം നമ്മൾ ആ ഒരു ഓപ്പണിംഗ് പോയിന്റ് നോക്കി, അതായത് ആ ഒരു ഡൗൺ സൈഡ് മൂവ് ഓപ്പൺ ചെയ്തു. പിന്നെ ഒരു പുൾ ബാക്ക് മാർക്കറ്റിൽ തന്നു. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ്, പിന്നെ അവിടെ റിജക്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. സെല്ലേഴ്സ് ആക്റ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ട്രേഡ് ഞാൻ അവിടെ നിന്ന് എടുത്തത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്റ്റോപ്പ് ലോസ് ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത്. സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ മതി. കുറച്ച് ടൈറ്റ് ആണ്, പക്ഷേ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് വരുവാണെങ്കിൽ റിവേഴ്സലിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ടാർഗറ്റ് ഡേ ലോ ആണ് ഞാൻ ഇനീഷ്യലി കീപ്പ് ചെയ്യുന്നത്. സോ നോക്കാം, ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ വീണ്ടും ഫർദർ മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഡേ ലോ എൻ്റെ ഒരു ഇനീഷ്യൽ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായ സ്റ്റോക്കിൽ ഒന്ന് അദാനി ആണ്. അദാനി ബൈയിങ് എൻട്രി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹിൻഡൽക്കോ ആക്ച്വലി ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ വന്നു. അതുകൊണ്ട് തന്നെ അത് ഞാൻ അവോയ്ഡ് ചെയ്തു. പിന്നെ നമുക്ക് ICICI AMC അതും എനിക്ക് വലിയ തോന്നിയിട്ടില്ല. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിലൊരു ട്രേഡ് എടുത്തത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രേഡ് എടുത്തിട്ട് നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഫോഴ്സ് മോട്ടോഴ്സ് തന്നിട്ടുണ്ട്. 2.5 മണിക്കൂറിലധികം എനിക്ക് തോന്നുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻട്രി എടുത്തത് ഇവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു റോളർ കോസ്റ്റർ മൂവ്മെൻ്റ് ആണ് തന്നത്. ഏകദേശം എൻ്റെ ടാർഗറ്റിൻ്റെ അടുത്ത് വരെ വന്നു. പിന്നെ അവിടുന്ന് ഒരു ബൗൺസ് ബാക്ക്, അതായത് ഈ ഒരു ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു ബൗൺസ് ബാക്ക് തന്നു, ഒരു പുൾ ബാക്ക് തന്നു. പിന്നെ ആ ഒരു ലെവലിൽ തന്നെ തിരിച്ച് റിവേഴ്സിൽ വന്നു. പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ച് താഴോട്ട് വന്ന് എൻ്റെ ടാർഗറ്റ് ഇവിടെ ഈ ഒരു ഫോഴ്സ് മോട്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്രോസസ്സ്. റൈറ്റ്, സോ ആ ഒരു പ്രോസസ്സാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്, നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്, സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ, താങ്ക് യു.